സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 9 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 2, ഷോർട്ട് ലിസ്റ്റ് 5 ഉൾപ്പെടെ 7 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ അറിയിപ്പ് 1, അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പ് 1. ആദ്യം ഷോർട്ട് ലിസ്റ്റ്. കൊല്ലം ജില്ലയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 580/2021. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആയ ഫസ്റ്റ് NCA വിശ്വകർമ്മ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 441/2021. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കൊല്ലം ജില്ലയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഫസ്റ്റ് NCA ധീവര വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 579/2021. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ അരത്തമെറ്റിക് കം ഡ്രായിങ് കാറ്റഗറി നമ്പർ 6/2022. വ്യാവസായിക പരിശീലന വകുപ്പിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ അരത്തമെറ്റിക് കം ഡ്രായിങ് കാറ്റഗറി നമ്പർ 6/2022 എന്ന തസ്തികയുടെ അഭിമുഖം 1-ാം ഘട്ടം 10/1/2024, 11/1/2024, 12/1, 23/1, 24/1, 25/1/2024 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ ഓൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അഡ്മിഷൻ ടിക്കറ്റ്, അപ്പൻഡിക്സ് 28A, ബയോഡേറ്റ എന്നിവ സഹിതം പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത മെമ്മോയിൽ പറയുന്ന നിശ്ചിത സമയത്ത് മാസ്ക് ധരിച്ചും സാനിറ്റൈസർ കയ്യിൽ കരുതിയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് അറിയിപ്പ് പ്രൊഫൈൽ SMS വഴി നൽകിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖ തീയതി പിന്നീട് പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. 1-ാം ഘട്ടം അഭിമുഖത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കൂടുതൽ വിവരങ്ങൾക്കായി ആസ്ഥാന ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464446. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. സോയിൽ സർവേ ഓഫീസർ, റിസർച്ച് അസിസ്റ്റൻറ്റ്, കാർട്ടോഗ്രാഫർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അസിസ്റ്റൻറ്റ് മാനേജർ, എക്സ്റ്റൻഷൻ ആൻഡ് പ്രൊക്യൂർമെൻറ്റ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 31/2023, 183/2023. സോയിൽ സർവേ ഓഫീസർ, റിസർച്ച് അസിസ്റ്റൻറ്റ്, കാർട്ടോഗ്രാഫർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ, അസിസ്റ്റൻറ്റ് മാനേജർ, എക്സ്റ്റൻഷൻ ആൻഡ് പ്രൊക്യൂർമെൻറ്റ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 31/2023, 183/2023 എന്നീ തസ്തികകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി 4/1/2024 വ്യാഴാഴ്ച 7:15 മുതൽ 9:15 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സൂപ്പർവൈസർ ICDS കാറ്റഗറി നമ്പർ 149/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 36.33. ലിസ്റ്റിലാകെ 225 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 145 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് മലപ്പുറം ജില്ലയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ കാറ്റഗറി നമ്പർ 613/2021. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിൽ ആകെ 70 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 53 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. മലപ്പുറം ജില്ലയിലേക്ക് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC ST കാറ്റഗറി നമ്പർ 409/2021. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കൊല്ലം ജില്ലയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ കാറ്റഗറി നമ്പർ 613/2021. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിൽ ആകെ 53 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 42 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ
ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് പരിചയപ്പെടാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് HSST മാത്തമാറ്റിക്സ് ജൂനിയർ 4th NCA ST വിഭാഗക്കാർക്കായി. ഹെഡ് ഓഫീസിൽ നിന്നും കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഹോം സയൻസ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. ഹെഡ് ഓഫീസിൽ നിന്നും കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും HSST മാത്തമാറ്റിക്സ് 4th NCA ST വിഭാഗക്കാർക്കായി. ഹെഡ് ഓഫീസിൽ നിന്നും വേരിയസ് കമ്പനി, കോർപ്പറേഷൻസ്, ബോർഡ്സ് എന്നിവിടങ്ങളിലേക്ക് അക്കൗണ്ട്സ് ക്ലർക്ക്, അക്കൗണ്ടൻറ്റ് ഗ്രേഡ് 2nd, ജൂനിയർ അക്കൗണ്ടൻറ്റ്. ഹെഡ് ഓഫീസിൽ നിന്നും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് മത്സ്യഫെഡിലേക്ക് പ്രൊജക്ട് ഓഫീസർ പാർട്ട് 2nd ഫിഷർമെൻ ഡിപ്പെൻഡൻറ്റ് ഓഫ് ഫിഷർമെൻ കാറ്റഗറി. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് മാത്തമാറ്റിക്സ്. ഹെഡ് ഓഫീസിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ പോലീസ് കോൺസ്റ്റബിൾ, വിമൻ പോലീസ് ബറ്റാലിയൻ. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം. ഹെഡ് ഓഫീസിൽ നിന്നും പോലീസ് കേരള സിവിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി. അറിയിപ്പ്: കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ നിർദ്ദിഷ്ട യോഗ്യതയുള്ള ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ തസ്തിക മാറ്റം വഴി ലബോറട്ടറി അസിസ്റ്റൻറ്റുമാരായി നിയമനം ലഭിക്കുന്നതിനും കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ലബോറട്ടറി അസിസ്റ്റൻറ്റുമാരായി ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് പ്രൊബേഷൻ പൂർത്തിയാക്കുന്നതിനുമുള്ള അർഹതാ നിർണയ പരീക്ഷ, എലിജിബിലിറ്റി ടെസ്റ്റ്, ലാബ് അറ്റൻഡേഴ്സ് ടെസ്റ്റ് പരീക്ഷയുടെ വിജ്ഞാപനം കാറ്റഗറി നമ്പർ 745/2023 കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. 2024 ഫെബ്രുവരി മാസം നടക്കുന്ന പ്രധാന പരീക്ഷകൾ: വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി. ഡേറ്റ് ഓഫ് എക്സാം 10/2/2024. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 1,05,154. സിവിൽ എക്സൈസ് ഓഫീസർ 17/2/2024 1,41,565. വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ 17/2/2024. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 18,895. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. എക്സാം ഡേറ്റ് 24/2/2024. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 60,620. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമസ്കാരം.